അങ്ങനെ ഇന്നത്തെ ദിവസം നമുക്ക് ചായ വെച്ചുകൊണ്ട് തന്നെ തുടങ്ങാം കേട്ടോ. നല്ല കടുപ്പത്തിലൊരു ചായ ഞാൻ വെക്കുന്നുണ്ട്. ഒരു ചായ എന്നല്ല, എല്ലാവർക്കും വീട്ടിലുള്ള ചായ ഞാൻ രാവിലെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കോഴിക്കോടാണ്, എൻ്റെ വീടാണ്. അപ്പൊ ചായയൊക്കെ വെച്ച് കുടിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഒരു ചെറിയ വിഷമം മനസ്സിലുണ്ട്. കാരണം ഞാൻ തിരിച്ചിന്ന് തൃശ്ശൂർക്ക് പോവാണ്. കുട്ടികളെ കൂട്ടാൻ വന്നതാണല്ലോ. അപ്പൊ അവരെയും കൊണ്ട് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകണം, തൃശ്ശൂർക്ക് പോകണം. അപ്പൊ അതിന് വേണ്ടിയാണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞല്ലോ, സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ ഇനി. പിന്നെ കുറേ പരിപാടികളുണ്ട്, അവർ സ്കൂൾ മാറ്റി ചേർക്കാൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചായ അവിടെ തിളക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നല്ല മഴ പെയ്തായിരുന്നു ഇന്നലെ മുറ്റത്ത്. അപ്പൊ രാത്രിയിൽ അമ്മ കുറച്ച് മാങ്ങ മുറ്റത്ത് നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കുറുക്ക മാങ്ങ, പഞ്ചാര മാങ്ങ, 2 മാവിൻ തൈയാണ് അവിടെ ഉണ്ടായത്. പക്ഷെ കുറുക്ക മാവിൽ ഇപ്പൊ മാങ്ങയൊന്നും വീടാറില്ല, മുത്തശ്ശി മാവായിരുന്നു കേട്ടോ. അപ്പം ഇപ്പൊ പഞ്ചാര മാങ്ങയാണ് ഇപ്പൊ കാണിച്ചത്. അടിപൊളിയാണ്, പച്ചയിലും നല്ല മധുരിക്കുന്ന മാങ്ങയാണ്. അതിപ്പോ പഴുത്തതുമാണത്. പിന്നെ കുറേയൊക്കെ ഞങ്ങൾ കഴിച്ചു, ബാക്കി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു 5-6 എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് എല്ലാം കൂടി തൂക്കി കൊണ്ടുപോകാൻ പറ്റില്ല, കുട്ടികളും ഞാനും ഒക്കെ കൂടി പോകണല്ലോ. അപ്പൊ ഇന്നലെ മഴ പെയ്തതിന്റെ ലക്ഷണങ്ങളാട്ടോ മുറ്റത്ത് കാണുന്നത്. സ്റ്റെപ്പൊക്കെ ആകെ നനഞ്ഞ് ഫുള്ള് ഇങ്ങനെ പച്ചപ്പായിട്ടിരിക്കുകയാണ്. അത് വേറെ കാര്യം. എന്താ പറയാ, മഴ പെയ്ത് ആകെ നനഞ്ഞിരിക്കണം. അപ്പൊ ചെറിയൊരാള്, ഏട്ടൻ്റെ കുട്ടി വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്, എന്നെ വന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. കണ്ടില്ലേ മഴ പെയ്തു എന്നൊക്കെ പറഞ്ഞ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ തന്നെ ആള് പൂച്ചയുടെ മീശ പോലെ വെച്ചിരിക്കുന്നുണ്ട് കേട്ടാ. എൻ്റെ അമ്മ ചെയ്തു കൊടുത്ത പണിയാണത്, പൂച്ചനെ പോലെ ആക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവന്റെ ചേട്ടൻ അങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്നുണ്ട്, മക്കളൊക്കെ. നമുക്ക് പോകേണ്ടതാണല്ലോ. അപ്പം രാവിലെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പമാണ്, അപ്പത്തിന് കടലക്കറിയും മീൻകറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻകറിയൊക്കെ പിന്നെ നമ്മളവിടെ എപ്പോഴും മസ്റ്റാണ് കേട്ടോ, എന്നും ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ വീതം വെക്കായിരുന്നു കേട്ടോ. ഓരോ ആൾക്കാർക്ക് ഓരോ ഫാമിലിക്ക് കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായി. അതൊക്കെ ഉള്ളൂ, കുറെ വേറെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അതേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ, എനിക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ മാത്രം. പിന്നെ അത് കഴിഞ്ഞ് മക്കളൊക്കെ കുറച്ചു നേരം മുറ്റത്തൊക്കെ ഇറങ്ങി, മുറ്റൊക്കെ വൃത്തിയാക്കി ചെറുതായിട്ടൊന്നും ഇങ്ങനെ എന്താ പറയാ, ഇളം വെയിലൊക്കെ വന്ന സമയത്ത് മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ മാറി കൊടുത്തത്, കുളിയെങ്കില് ഡ്രസ്സൊക്കെ മാറി വന്ന് ഇരുന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്കിനും മുറ്റത്തൊക്കെ ഇറങ്ങി. ഞാൻ ഒരാൾ മുറ്റത്ത് ഇറങ്ങി, എൻ്റെ ചെറിയ ആൾക്ക് വന്നിട്ട് കളിക്കണം. അങ്ങനെ മുറ്റത്ത് ഇങ്ങനെ കളിക്കുകയാണ് ആള്. ഇതൊക്കെ കഴിഞ്ഞ് വേണം നമുക്കൊന്ന് കുളിപ്പിക്കാൻ വേണ്ടി. രാവിലെ തന്നെ കുളിപ്പിക്കുന്നതിന് മുന്നേ രാവിലെ വൈകുന്നേരം കുറച്ചു നേരം മുറ്റത്ത് മണ്ണിലൊക്കെ കളിക്കാൻ വേണ്ടി വിടാറുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കൂടി മുറ്റത്ത് നിന്നൊക്കെ കളിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് എന്തൊക്കെയോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് ആള്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം കൊണ്ട് ഞാനും ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ, അമ്മേനോടും മക്കളോടൊക്കെ കൂടി. കാരണം ഞാനും എൻ്റെ മക്കളൊന്നും പോവാണല്ലോ. പിന്നെ ഇങ്ങനെ സംസാരിച്ചിട്ട് നേരം പോയത് അറിഞ്ഞില്ല. ഞാനും മക്കളും റെഡിയായി വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഏട്ടൻ പുറത്ത് ഒരു സ്ഥലം വരെ പോയതുകൊണ്ട് ആള് എന്നെ കൊണ്ടാക്കി തരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ആങ്ങള. അപ്പൊ ഞാനും മക്കളും കൂടി വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സംഭവം ട്രെയിനിന് നേരം വൈകിട്ടുണ്ട്, ഏറനാട് എക്സ്പ്രസിനാണ് വരുന്നത്. അപ്പം എന്തായാലും പെട്ടെന്ന് ഞങ്ങൾ പയ്യോളി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനും മക്കളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. നേരം നല്ലോണം പോയി, പെട്ടെന്ന് ട്രെയിൻ വിടുന്ന കരുതി. പക്ഷെ ഇത്തിരി നേരം കഴിഞ്ഞിട്ടാണ്, ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു ട്രെയിനിൽ. ഒരാളും എന്താ പറയുക, ചന്തി പോലും വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പൊ എങ്ങനെയോ കുറെ ആദ്യം തന്നെ മക്കൾക്ക് സീറ്റ് കിട്ടി, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി. പിന്നെ ഇതിപ്പോൾ ഷൊർണൂർ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. ഷൊർണൂർ എത്തിയ സമയത്താണെങ്കിൽ കുട്ടികൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ അമ്മ പൊതിച്ചോറ് ഉണ്ടാക്കി തന്നിരുന്നു, പക്ഷെ അത് ട്രെയിനിൽ കഴിക്കാൻ പറ്റിയ സാഹചര്യം ആയില്ല, കാരണം അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നേ. അപ്പോൾ പിന്നെ മക്കൾക്ക് ലേസ് മതിയായിട്ട് 2 ലേസ് രണ്ടാളും കഴിച്ചു. അപ്പോൾ പിന്നെ പൊതിച്ചോറ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കഴിക്കാനാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പിന്നെ ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ഭാരതപ്പുഴയും ചാലിയാർ പുഴ അങ്ങനെ ഓരോന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ മക്കൾക്ക് അതൊക്കെ കാണിച്ചു തുടങ്ങി. ഞങ്ങൾ തൃശ്ശൂർ എത്തി. എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ. ഫോണൊന്നും എടുക്കാൻ പോലും പറ്റിയിട്ടുണ്ടല്ലോ, കവറൊക്കെ കയ്യിലുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആള് ഉച്ചവരെ പണിക്ക് വേണ്ടിയുള്ള ആള് വന്ന് എന്നെയും മക്കളെയും കൂട്ടാൻ വേണ്ടി വന്നു ഞങ്ങളെ വണ്ടിയിൽ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ഒരു പുതുക്കാട് ആ ഒരു ഭാഗത്ത് എത്തിയിരുന്നു, ഒരു വയലിന്റെ ഏരിയയിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചോറുണ്ണാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കണം. തൃശ്ശൂരിൽ നിന്നാണ് സാധാരണ തിന്നാൻ വിചാരിച്ച, പക്ഷേ അവിടെ ഭയങ്കര തിരക്കായി നമുക്ക് പറ്റിയില്ല. അപ്പം നമ്മൾ പൊതിച്ചോറുണ്ടായിരുന്നു, ചമ്മന്തിയും ഉണക്കമീനും വറുത്തമീനും മുട്ടയും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൂടാതെ എനിക്ക് കാണിച്ചിടാൻ വിട്ടു കേട്ടോ. അപ്പോഴത്തേക്ക് ഇവര് കുഴക്കലൊക്കെ കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ വീഡിയോ എടുത്തെങ്കിൽ വേട്ടൻ പറഞ്ഞു വെള്ളവും കുറവാണ്, എല്ലാവരും കയ്യിലാക്കുന്നതാണ്, കുട്ടികൾക്കാണ് ഒറ്റയ്ക്ക് വാരി കഴിക്കണം. പിന്നെ അവര് വാരി കഴിച്ചു, എനിക്ക് ഏട്ടൻ വാരി തന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിണ്ട്. എനിക്കൊന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയ പോലെ തോന്നിയിട്ടുണ്ട്. സാധാരണ അതിന് വന്നാലും 3-4 മണിയൊക്കെ വന്നാലും ഞങ്ങൾ ഫാസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. എത്തിയാടെ ഞാൻ വേഗം എനിക്ക് അലക്കാനുള്ള തുണികളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വേഗം ഡ്രയറിലിട്ടുകൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായി. അപ്പം മോൾ എനിക്ക് തുണികളിൽ ഉണങ്ങിയത് വേഗം എടുത്തിട്ട് ഞാൻ അകത്ത് കുറച്ച് പണികൾ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏട്ടനാണെങ്കിൽ ചക്ക ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ നല്ല സന്തോഷം. ഞങ്ങളൊക്കെ വന്നപ്പോൾ കുറേ ദിവസം ഞങ്ങൾ വീട്ടിലായിരുന്നില്ല. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. ആൾ വേമ്പോയിട്ട് ആ സന്തോഷത്തിൽ ചക്ക മുറിച്ചുകൊണ്ടുവന്ന് അച്ഛനും മക്കളും കൂടി നന്നാക്കി. ഞാൻ അകത്ത് കുറച്ചൊരു ഒതുക്കി വെക്കൽ ഒക്കെ പണി ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഞാൻ ചേർന്ന് ചെയ്യായിരുന്നു കേട്ടോ. നല്ല ചക്കയായിരുന്നു, അടിപൊളി ചക്കയായിരുന്നു. അപ്പൊ അത് പൊട്ടിച്ചെന്ന് ഞങ്ങളെല്ലാം കൂടി കഴിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് ചക്ക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി വറുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചക്ക വറുക്കാനല്ല, ചക്ക മാവിൽ മുക്കി പൊരിച്ചിട്ട് വൈകുന്നേരം സ്നാക്സ് ഒക്കെ ആക്കി കഴിക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി.
പിന്നെ അതിലും കഴിഞ്ഞ് ചക്കര നന്നായി കഴിഞ്ഞപ്പോൾ ഒരാൾ കയ്യിൽ പശയായെന്ന് പറഞ്ഞിട്ട് കൈ നല്ലോണം സോപ്പിട്ട് കഴുകുന്നതാണ് കാണുന്നത്. അപ്പം ബാക്കിയെല്ലാം കൂടി നമ്മളെല്ലാം കൂടി നന്നാക്കി വെട്ടി നന്നാക്കി മാറ്റി വെച്ച് എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് ഏട്ടനും മക്കളും കൂടി ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കണം. കുറേ ദിവസമായിട്ട് ഞാൻ കളിക്കുന്നില്ലല്ലോ അച്ഛനും മക്കളൊന്നും കൂടിയിട്ട്. അപ്പോൾ കളിക്കാൻ ഞാനും കൂടാറുണ്ട്. എൻ്റെ പണികൾ ഒതുക്കി വെച്ച് ഞാനും പോയി കളിക്കും. റോട്ടിൽ തന്നെയാണ് കളിക്കാറുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ.